നമസ്കാരം. സംസ്ഥാനത്ത് വേരൂന്നിയിരിക്കുന്ന മയക്കുമരുന്ന് മാഫിയയുടെ അന്തർ സംസ്ഥാന ശൃംഖലകളെ പൂർണ്ണമായിട്ട് തകർക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ അതിശക്തമായി മുന്നേറുകയാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കേരളത്തിലെ 11 ജില്ലകളിലും ഒരേ സമയം ഒട്ടേറെ കേന്ദ്രങ്ങളിലാണ് ഡാൻസ് ഓഫ് ടീമും പ്രാദേശിക പോലീസും ചേർന്ന് മിന്നൽ റെയ്ഡുകൾ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്തുടനീളം 109 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 131 പേരെ വിവിധ ഇടങ്ങളിൽ നിന്നായിട്ട് അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തികച്ചും ആസൂത്രിതവും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുമുള്ള നിരീക്ഷണ സംവിധാനമാണ് പോലീസ് ഇത്തവണ പുറത്തെടുത്തത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചന നൽകിക്കൊണ്ട് ലഹരിയുടെ വിതരണക്കാരെയും സ്ഥിരം കുറ്റവാളികളെയും കൃത്യമായി നിരീക്ഷിക്കാനായിട്ട് വിപുലമായിട്ടുള്ള കോമ്പിംഗ് ഓപ്പറേഷനാണ് പോലീസ് ഹൈവേകളിലും നഗരകേന്ദ്രങ്ങളിലും ഒരേ സമയം ഏകോപിപ്പിച്ചത്. ലഹരി വേട്ടയുടെ ചരിത്രത്തിൽ തന്നെ ജനങ്ങളെ ഏറെ ഞെട്ടിച്ച ഒരു അറസ്റ്റാണ് തൃശ്ശൂർ വാണിയമ്പാറയിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. വിനോദസഞ്ചാര കേന്ദ്രമായ പാലക്കാട് മുതലമടയിലെ ഒരു റിസോർട്ടിൽ നിന്നും മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം തൃശ്ശൂരിലേക്ക് വരികയായിരുന്ന 5 അംഗ സംഘത്തെ ഡാൻസ് ഓഫ് സംഘവും ഹൈവേ പോലീസും ചേർന്ന് അതിസാഹസികമായിട്ട് പിടികൂടുകയായിരുന്നു. പിടിയിലായവരിൽ 2 യുവതികൾ ഉൾപ്പെട്ടിരുന്നു എന്നത് മാത്രമല്ല, അതിലൊരാളായിട്ടുള്ള കാക്കശ്ശേരി സ്വദേശിനി വിദ്യ ഒരു സ്വകാര്യ ആശുപത്രിയിലെ അനസ്തീഷ്യ ടെക്നീഷ്യനായിരുന്നു എന്ന വിവരമാണ് ആരോഗ്യമേഖലയെയും പൊതുസമൂഹത്തെയും ഒരുപോലെ നടുക്കിയത്. ശസ്ത്രക്രിയയ്ക്ക് മുൻപും പിൻപും രോഗികളുടെ ജീവൻ നിലനിർത്താൻ അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട ഒരു മെഡിക്കൽ പ്രൊഫഷണൽ അതിമാരകമായ MDMA കടത്തിക്കൊണ്ടുവന്നത് പോലീസിനെ പോലും അത്ഭുതപ്പെടുത്തി. പോലീസിൻ്റെ പ്രാഥമിക ശരീര പരിശോധനകളിൽ മയക്കുമരുന്ന് കണ്ടെത്താൻ സാധിക്കാതിരുന്നതിനെ തുടർന്ന് വനിതാ പോലീസിൻ്റെ സഹായത്തോടെ നടത്തിയ അതീവ വിദഗ്ധമായ പരിശോധനയിലാണ് വിദ്യയും ഒപ്പമുണ്ടായിരുന്ന ശ്രീലക്ഷ്മി എന്ന യുവതിയും തങ്ങളുടെ രഹസ്യഭാഗങ്ങളിലും അടിവസ്ത്രങ്ങൾക്കുള്ളിലുമായിട്ട് ലഹരിമരുന്ന് ഒളിപ്പിച്ചിരിക്കുകയായിരുന്നുവെന്നത് കണ്ടെത്തിയത്. അറസ്റ്റിലായ വിദ്യയെ പോലീസ് വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് ലഹരി മാഫിയയുടെ കെണിയിൽ പ്രൊഫഷണലുകൾ പോലും എങ്ങനെ വീഴുന്നു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നത്. ആശുപത്രിയിലെ അമിതമായിട്ടുള്ള തൊഴിൽ സമ്മർദ്ദവും രാത്രി ഷിഫ്റ്റുകളിലെ ഉറക്കമില്ലായ്മയും പരിഹരിക്കാനാണ് താൻ ആദ്യമായിട്ട് MDMA ഉപയോഗിച്ചു തുടങ്ങിയതെന്നും എന്നാൽ പിന്നീട് അതിനെ പൂർണ്ണമായി അടിമപ്പെടുകയും ലഹരിയില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയുമായിരുന്നുവെന്ന് യുവതി പോലീസിനോട് സമ്മതിച്ചു. പോലീസ് പരിശോധന കർശനമാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും ലഹരി ഉപയോഗിക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പിടിക്കപ്പെടാതിരിക്കാൻ ഇത്തരമൊരു മാർഗം സ്വീകരിച്ചതെന്നും അവർ മൊഴി നൽകി. ഇവരെ കൂടാതെ കാക്കശ്ശേരി സ്വദേശി ഷിഫാസ്, നമ്പഴിക്കോട് സ്വദേശി ജിഷ്ണു എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. തുടർന്ന് പ്രതികളുമായി നടത്തിയ റെയ്ഡിൽ ഷിഫാസിന്റെ വാടക വീട്ടിൽ നിന്നും ചാവക്കാടുള്ള അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്ഷോപ്പിൽ നിന്നുമായിട്ട് ഏകദേശം 320 ഗ്രാം MDMA ആണ് പോലീസ് പിടിച്ചെടുത്തത്. പ്രതികളുടെ ഫോൺ കോളുകളും സമൂഹ മാധ്യമങ്ങളിലെ ചാറ്റുകളും കേന്ദ്രീകരിച്ച് ഈ ലഹരി ശൃംഖലയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വൻ തോക്കുകളിലേക്കാണ് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ ശക്തമായ പരിശോധനകളാണ് ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാന നഗരിയിലെ കഴക്കൂട്ടത്ത് നടത്തിയ പരിശോധനയിൽ മുൻപ് ലഹരി കേസിൽ അറസ്റ്റിലാവുകയും ജാമ്യത്തിലിറങ്ങി വീണ്ടും കച്ചവടം തുടരുകയും ചെയ്ത തുമ്പ സ്വദേശി ഷാറൂൺ ജേക്കബ് എന്ന 29-കാരനെ 7 ഗ്രാം MDMAയുമായി പോലീസ് പൊക്കി. ഇയാളുടെ വീട്ടിൽ നിന്നും ലഹരി ഉപയോഗിക്കാനുള്ള സിറിഞ്ചുകളും അതോടൊപ്പം തന്നെ കഞ്ചാവ് വലിക്കുന്നതിനുള്ള പ്രത്യേക ഉപകരണങ്ങളും അതുപോലെ വലിയൊരു തുക പണവും കണ്ടെടുത്തു. കാട്ടാക്കടയിൽ പോലീസ് നിർദ്ദേശം മറികടന്ന് വാഹനം നിർത്താതെ പോയ അജിത്ത് എന്ന ലഹരി കച്ചവടക്കാരനെ പിന്തുടർന്ന് പിടികൂടുകയും ഇയാളുടെ വീട്ടിൽ നിന്ന് മയക്കുമരുന്നിനൊപ്പം തന്നെ മാരകായുധങ്ങളും തോക്കും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. കൂടാതെ വടശ്ശേരിക്കോണം സ്വദേശി സതീഷും വർക്കലയിൽ വെച്ച് വലിയ അളവ് മയക്കുമരുന്നുമായിട്ട് പിടിയിലായിട്ടുണ്ട്. കണ്ണൂരിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക സംഘം നിർവേലിയിൽ വെച്ച് രാത്രികാല പരിശോധനയ്ക്കിടെ കർണാടകയിൽ നിന്നും കാറിൽ കടത്തുകയായിരുന്ന 30 കിലോഗ്രാം കഞ്ചാവുമായിട്ട് 3 അംഗ സംഘത്തെയാണ് വലയിലാക്കിയത്. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് യുവതികളെ മുൻനിർത്തിക്കൊണ്ട് മയക്കുമരുന്ന് മാഫിയകൾ നടത്തുന്ന പ്രണയക്കെണികളെക്കുറിച്ചും കാരിയർമാരെക്കുറിച്ചും ഒക്കെ തന്നെ വളരെ ഗൗരവമേറിയ മുന്നറിയിപ്പാണ് പോലീസ് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന ലഹരി സംഘങ്ങളിലെ യുവതികൾ സാധാരണക്കാരായ യുവാക്കളെ സൗഹൃദത്തിലോ പ്രണയത്തിലോ വീഴ്ത്തുകയും തുടർന്ന് ബംഗളൂരു പോലെയുള്ള നഗരങ്ങളിലേക്ക് വിനോദയാത്രയ്ക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നത് പതിവാണ്. യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഈ യുവാക്കൾ അറിയാതെ തന്നെ യുവതികൾ സ്വന്തം ശരീരത്തിൽ ലഹരി വസ്തുക്കളൊക്കെ തന്നെ ഒളിപ്പിച്ചു കടത്തുകയാണ് ചെയ്യുന്നത്. യാത്രാവേളകളിൽ പോലീസോ മറ്റ് പരിശോധനാ സംഘങ്ങളോ വാഹനം തടയുമ്പോൾ ഒപ്പമുള്ള യുവാക്കളുടെ നിഷ്കളങ്കമായിട്ടുള്ള പെരുമാറ്റവും അതുപോലെ പെൺകുട്ടികളുടെ സാന്നിധ്യവും കാരണം പോലീസിന് പെട്ടെന്ന് സംശയം തോന്നില്ല എന്ന ചതിക്കുഴിയാണ് ലഹരി മാഫിയ ഇവിടെ ചൂഷണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ യുവാക്കളും നഗരങ്ങളിലേക്ക് പഠനത്തിനും ജോലിക്കുമായിട്ട് മക്കളെ അയക്കുന്ന മാതാപിതാക്കളും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് പോലീസും അതോടൊപ്പം തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഓർമ്മിപ്പിക്കുന്നത്. ഈ റെയ്ഡുകൾക്ക് പുറമെ ഹോം സ്റ്റേകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ലഹരി വിപണനം നടക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് വരും ദിവസങ്ങളിൽ ഹോം സ്റ്റേകളിൽ പരിശോധന ശക്തമാക്കാനായിട്ട് ഡാൻസ് ഓഫ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്.
ലഹരി മാഫിയയുടെ മറ്റൊരു ക്രൂരമായ മുഖം വെളിപ്പെടുത്തിക്കൊണ്ട് സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ട് കാസർഗോഡ് പ്രവർത്തിച്ചിരുന്ന ലഹരി മിഠായി ഫാക്ടറി പിടികൂടിയ സംഭവം സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് വലിയ രീതിയിലുള്ള ജനശ്രദ്ധ നേടുകയുണ്ടായി. സാധാരണ മിഠായി എന്ന വ്യാജന കുട്ടികൾക്ക് നൽകി അവരെ മയക്കുമരുന്നിന് അടിമകളാക്കുന്ന ഈ മാഫിയയോട് നിങ്ങളുടെ സ്വന്തം മക്കൾക്ക് ഇത് വാങ്ങി നൽകുമോ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യവും ലഹരിയുടെ വേരറക്കുമെന്ന പ്രഖ്യാപനവും ദശലക്ഷക്കണക്കിന് ആളുകളാണ് കാണുകയും പങ്കുവയ്ക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഈ മാസം 25 വരെയുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്താകെ 437 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 4340 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്നും 203 ഗ്രാം MDMA യും 376 ഗ്രാം കഞ്ചാവുമാണ് ഇതുവരെ പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്.